ഇതാട്ടോ. അപ്പോൾ ആ സിറം ആഫ്റ്റർ ബാത്തിങ്ങിന് ശേഷം നമ്മൾ തേച്ചു എന്നുള്ളതാണ്. ഭയങ്കര വ്യത്യാസം. കാരണം ശരിക്കും എനിക്ക് തോന്നുന്നു നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്ത് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു നെയിലൊക്കെ. അതിനൊക്കെ ഒരു എനർജി. ഇപ്പം ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒന്നുമല്ല, നോർമലാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈകാൽ പരിചരണം അല്ലേ, കാലുകൾക്കും കൈകൾക്കും ഒരു എന്താ പറയുക കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളുടെ കാലിലും കൈക്കൊക്കെ ഇത്രയും നല്ലൊരു പാദ സംരക്ഷണം കൊടുക്കാൻ കഴിയണോ, ഇത്രയും നല്ല പ്രോഡക്ട്സുകൾ ഉപയോഗിക്കാൻ പറ്റണമെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഷഫീനാസിൻ്റെ ഇൻസ്റ്റാ പേജ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് ഒക്കെ നിങ്ങൾ കാണുക. ഒരുപാട് ഗുണമുണ്ടാവും. കാരണം തീർച്ചയായിട്ടും ഞാൻ നിന്നോട് ഒരുപാട് നാളായി ഇതൊന്നും ഈ കരിക്കുന്ന പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് പറയാനെടുത്ത് അമ്മ സീരീസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ മടി പിടിച്ചാണ് ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊരുപാട് യൂസ്ഫുള്ളാണ് എന്നെനിക്ക് മനസ്സിലായി. സീരിയസ്ലി എത്രയോ കാലം മുന്നേ ചെയ്തൊരു ടാറ്റു അത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. 100% നമ്മൾ ഹൈജീൻ ആയിരിക്കുക, നമ്മൾ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഭയങ്കര ധ്യാനകേന്ദ്രത്തിലൊക്കെ നല്ല മോട്ടിവേഷൻ തരുന്ന ലേഡീസ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പക്ഷെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നവർ പറഞ്ഞില്ല. ഞങ്ങൾ വേറെ ആൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ വരുന്ന കുറേ റിയൽ കാര്യങ്ങളാണ് ഞങ്ങൾ മെൻറ്ററായിട്ട് നിങ്ങൾക്ക് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഞങ്ങൾ ഉപദേശിക്കുമ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫാമിലി ഇഷ്യൂസുകൾ ഒത്തിരി ഉണ്ട്. കറക്റ്റാണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ റിയൽ ലൈഫിൽ നിന്നാണ് ഓരോന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിസിനസ്സിലാണെങ്കിലും കുറേ കാര്യങ്ങളുടെ സർവീസിലാണെങ്കിലും ആരത്ര എക്സ്പേർട്ടായിട്ട് വരുന്നവർ. ആദ്യമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്സിനും ബ്രൈഡൽ മേക്കപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആദ്യം അത് നമ്മൾ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കും. അത് പിന്നീടാണല്ലോ കറക്റ്റായിട്ട് വരുന്നത്. സദ്യക്ക് മാത്രം ആദ്യം മുന്നിലിരുന്നാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളല്ല ബിരിയാണി കഴിക്കാൻ ആദ്യം മുന്നിൽ നിൽക്കണം എന്ന് പറയും. അതുപോലെ അപ്പോൾ നമ്മളുടെ കൈകാൽ പരിചരണത്തിൽ സെൽഫ് ലവ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോസും. പേഴ്സണൽ ലവ് ഉണ്ട്, സെൽഫ് ലവ് ഉണ്ട്, പ്രൊഫഷണൽ ലവ് ഉണ്ട്. 3 കാറ്റഗറിയാണ്. അതിൽ നമ്മൾ സെൽഫ് ലവ് ആണ് ഈ വീഡിയോസ് എല്ലാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ബൈ.